വായനയുടെ മഹത്വത്തെയും പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് വീണ്ടും ഓർക്കാനായി ഒരു ദിവസം കൂടി വന്നെത്തിയിരിക്കുന്നു. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഈ വരികൾ എല്ലാവരും ഒരിക്കൽ കൂടി ഓർക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന്. എന്തുകൊണ്ടാണ് ഈ വരിക്ക് ഇത്രയും പ്രസക്തി ലഭിച്ചത് എന്നറിയണമെങ്കിൽ ആരായിരുന്നു പി.എൻ. പണിക്കർ എന്നറിയണം. അദ്ദേഹത്തിൻ്റെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. 1909 കോട്ടയത്തെ ചങ്ങനാശ്ശേരിക്കടുത്തുള്ള പടയണിക്ക് പ്രശസ്തമായ നീലംപേരൂർ എന്ന ചെറിയൊരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. പുതുവായിൽ നാരായണ പണിക്കർ എന്നായിരുന്നു പൂർണ്ണനാമമെങ്കിലും മാതാപിതാക്കൾ അദ്ദേഹത്തെ നാണു എന്നായിരുന്നു വിളിച്ചിരുന്നത്. വിദ്യാഭ്യാസത്തിനുശേഷം ചെറുപ്രായത്തിൽ തന്നെ പ്രൈമറി സ്കൂൾ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. തുടർന്ന് നിരവധി സാമൂഹിക സാംസ്കാരിക പരിപാടികളിലും നിറസാന്നിധ്യമായി മാറിയിരുന്നു. അക്ഷരങ്ങൾ ക്ലാസ് മുറികളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ലെന്നും അത് നാടുകളിലും വീടുകളിലും എത്തേണ്ടതാണെന്നുള്ള ചിന്തയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തികളുടെയും കാരണം. കൂടുതൽ ആളുകൾക്ക് അവർക്ക് സാധ്യമാകുന്ന സമയത്ത് വായന സാധ്യമാക്കാൻ വേണ്ടിയാണ് ഗ്രന്ഥശാല എന്ന ആശയം അദ്ദേഹം കൊണ്ടുവരുന്നത്. ഗ്രന്ഥശാല രൂപീകരണത്തിൻ്റെ ഭാഗമായിട്ടും പുസ്തകങ്ങൾ ശേഖരിക്കുവാനും പ്രമാണിമാരെ കാണുന്നതിനു വേണ്ടിയുമൊക്കെ പി.എൻ. പണിക്കർ എന്ന അധ്യാപകൻ്റെ സജീവ സാന്നിധ്യമുണ്ടായിരുന്നു. 1925 ഗ്രന്ഥശാല രൂപീകരണം സാധ്യമായി. സനാതനധർമ്മം എന്നായിരുന്നു ഗ്രന്ഥശാലയുടെ നാമം. സ്വന്തം നാട്ടിൽ മാത്രമല്ല കേരളത്തിൻ്റെ അങ്ങോളമിങ്ങോളം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. വാഹന സൗകര്യമില്ലാത്ത കാലഘട്ടത്തിൽ വരെ കിലോമീറ്ററുകളോളം നടന്നിട്ടാണ് അദ്ദേഹം ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. നമ്മുടെ കേരളത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും വേലികൾ നിലനിന്നിരുന്ന ആ കാലത്തുപോലും ജാതിമത വ്യത്യാസമില്ലാതെ വായന എല്ലാവരിലേക്കും എത്തിക്കാൻ പി.എൻ. പണിക്കർക്ക് സാധിച്ചു എന്നത് വലിയ കാര്യമാണ്. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥശാല സംഘത്തിൻ്റെയും മുദ്രാവാക്യം. ന്യൂസ് ഡെസ്ക് മലബാർ ന്യൂസ്.